ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സെക്ഷൻ നിങ്ങളതൊരു ഭയങ്കര ക്ലാസ്സായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്താ നോട്ട്സൊക്കെ ഒന്ന് വായിക്കുന്ന പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഇതോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നോട്ടിൻ്റെ അകത്ത് വരുന്നതെന്ന് കൂടെ ഞാൻ അപ്പോൾ കൂട്ടത്തിൽ മാർക്ക് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് കൂടെ പറയുകയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് നമുക്ക് പഠിക്കേണ്ട മൊഡ്യൂൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നമുക്കറിയാം, അതിൽ ചാപ്റ്റർ 1 ബിഗിൻസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാകുന്നത്? ബൈ ഡിറൈവിങ് ദം ഫ്രം ദ ഫിസിക്കൽ ഓർ അതർ പ്രോബ്ലംസ്, അല്ലേ? അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ സെക്ഷനിൽ ഇവർ പറയുന്നത് വെച്ചാൽ സ്റ്റഡി ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറ്റിയാണ് പറയുന്നത്. ആ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറൈവിങ് ഫ്രം ദ ഫിസിക്കൽ ഓർ അതർ പ്രോബ്ലംസ്. അതിന് പറയുന്ന പേരാണ് എന്ത്? നമ്മൾ പറഞ്ഞായിരുന്നു മോഡലിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എവിടെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതിനുശേഷം അപ്പോൾ നമ്മൾ നോക്കിയേ, ഫസ്റ്റ് എന്ത് പഠിക്കുന്നു? മോഡലിംഗ് പഠിക്കുന്നു, അല്ലേ? അതിനുശേഷം നമ്മളപ്പം എന്ത് ചെയ്യുന്നു? അതിനെ സോൾവ് ചെയ്യാൻ പഠിക്കുന്നു. സോൾവിങ് ദം ബൈ സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. അതാണ് രണ്ടാമത്തെ പരിപാടി. ഇനി ഇതാണ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദെയർ സൊല്യൂഷൻ ആൻഡ് ദെയർ ഗ്രാഫ്സ് ഇൻ ടേംസ് ഓഫ് എ ഗിവൺ പ്രോബ്ലം. അപ്പം നമ്മൾ ഉത്തരം കിട്ടി. ഒരു ചോദ്യം, ഫിസിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മോഡൽ ചെയ്ത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിൽ കൊണ്ടുവന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മുടെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളോട് ആദ്യം ചോദ്യം നമുക്ക് കിടപ്പുണ്ടല്ലോ. അപ്പം നമുക്ക് കിട്ടി മാത്തമാറ്റിക്കൽ ഉത്തരത്തെ നോക്കിയിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തും. ഈ വാല്യൂ കിട്ടിയതുകൊണ്ട് ഇതായിരിക്കും അതിന് സംഭവിച്ചത് എന്ന രീതിയിൽ പറയുന്നു. ഇതാണ് മൊത്തത്തിലുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ. അപ്പോൾ നോക്കിയേ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കുമല്ലോ. കാരണം എന്താ? ബിക്കോസ് ദേ ഇൻവോൾവ് ഓൺലി ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ അൺനോൺ ഫംഗ്ഷൻ ആൻഡ് നോ ഹയർ ഡെറിവേറ്റീവ്. മനസ്സിലായോ? ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒരു ഡെറിവേറ്റീവ് മാത്രമല്ലേ വരത്തുള്ളൂ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഒരു ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ അൺനോൺ ഫംഗ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. വേറെ ഒരു ഹയർ ഡെറിവേറ്റീവ്സ് കാണത്തില്ല. ഈ അൺനോൺ ഫംഗ്ഷൻസിന് നമ്മൾ യൂഷ്വലായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ. എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ y ഓഫ് എക്സ് അല്ലെങ്കിൽ y ഓഫ് ടി എന്ന് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ടി എന്നുള്ള സാധനം പൊതുവെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുന്നതെങ്കിലാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞു ദ ചാപ്റ്റർ എൻഡ്സ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അത് പോട്ടെ, അത് പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി അപ്പം എൻ്റെ മൗസ് ആഴപ്പോയി, സോറി. ഓക്കെ, ഇനി ഇതിപ്പം തുടക്കോട്ടെ. ഇവർ ആക്ച്വലി ചാപ്റ്ററിൻ്റെ തുടക്കം എന്തൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ ആണ് ആക്ച്വലി ഇപ്പം ഞാൻ വായിച്ച പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഓവറോൾ ഈ ഒരു നമ്മുടെ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഞാൻ വായിച്ചതിൽ നിന്നും, ഈ ഫസ്റ്റ് പേജ് ഇത്രയും വായിച്ചതിൽ നിന്നും, ഇവിടം തൊട്ട് ഇവിടം വരെ വായിച്ചതിൽ നിന്നും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാകുന്നത് എവിടുന്നാണ്? ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിൽ നിന്നാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്? മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ പരിപാടി. ഇനി എന്ത് ചെയ്യും? രണ്ടാമത്തെ പരിപാടി, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് സോൾവ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തെ പരിപാടി എന്താണ്? ഈ മാത്തമാറ്റിക്കലായിട്ട് കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ ഫിസിക്കലായിട്ട് വീണ്ടും എന്ത് ചെയ്തു? റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഗ്രാഫ് നോക്കിയിട്ട് അതിൻ്റെ നേച്ചറിനെ പറ്റി നമ്മൾ പറയുന്നു. ഇതാണ് നമ്മൾ മൊത്തത്തിൽ പഠിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം അറിയാം. ഇനി അത് കൂടുതൽ പറയുന്നില്ല. ഇനി നമ്മൾ സാധാരണ അൺനോൺ ഫംഗ്ഷൻസിനെ നമ്മൾ ഈ പുസ്തകത്തിൽ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ y ഓഫ് എക്സ് അല്ലെങ്കിൽ y ഓഫ് ടി. ഈ ടി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുന്നതെങ്കിൽ നമ്മൾ ടി എന്ന് ഉപയോഗിക്കും. ഓക്കെ, ഇനി ഇവിടത്തെ കൊണ്ടാണ് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വായിക്കാം, ഒരുമിച്ച് വായിക്കാം. നോക്കിയേ, ഇഫ് വി വാണ്ട് ടു സോൾവ് ആൻ എഞ്ചിനീയറിംഗ് പ്രോബ്ലം യൂഷ്വലി ഓഫ് എ ഫിസിക്കൽ നേച്ചർ. ഓക്കെ, ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. വി ഫസ്റ്റ് ഹാവ് ടു ഫോർമുലേറ്റ് ദ പ്രോബ്ലം ആസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്? മോഡലിംഗ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ ഇപ്പം വേർഡ്സിലായിരിക്കും കിടക്കുന്ന ഒരു പ്രോബ്ലത്തെ, ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ ഫിസിക്സിൽ കിടക്കുന്ന ഒരു പ്രോബ്ലം സെൻറ്റൻസ് ആക്കിയായിരിക്കും കിടക്കുന്നത്. നമ്മൾ അതിനെ എന്താക്കും? അതിന് നമ്മൾ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസും എക്സ്പ്രഷൻസും ഉപയോഗിച്ച്, വേരിയബിൾസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് പറയുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്, ഫങ്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. സച്ച് ആൻ എക്സ്പ്രഷൻ ഈസ് നോൺ ആസ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ ഗിവൺ പ്രോബ്ലം. മനസ്സിലായോ? അപ്പം ഈ വേർഡ്സിൽ കിടന്ന ഈ എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തെ, ഫിസിക്കൽ പ്രോബ്ലത്തെ നമ്മൾ വേരിയബിൾസും ഫങ്ഷൻസും ഇക്വേഷൻസും ഒക്കെ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പരിപാടി, ആ എക്സ്പ്രഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു പടം കണ്ടോ? അപ്പം ഒറിജിനലി ഇതെന്തായിരുന്നു? ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അതിനെ നമ്മൾ എന്താക്കി മാറ്റി? നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡലാക്കി മാറ്റി. ഓക്കെ, അപ്പം ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് എ മോഡൽ, സോൾവിങ് ഇറ്റ് മാത്തമാറ്റിക്കലി and interpreting the result in physical or other terms is called mathematical modeling or briefly modeling. മനസ്സിലായോ? അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്താണ് മോഡലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് എ മോഡൽ. മോഡൽ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം എന്താണ് മോഡൽ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ മനസ്സിലായല്ലോ? ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തെ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആക്കി മാറ്റുന്ന ആ പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്? മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. മോഡൽ ആക്കിയതിന് ശേഷം നമ്മൾ അതിന് എന്ത് ചെയ്യും? മാത്തമാറ്റിക്കലി അതിനെ സോൾവ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. ഈ മൊത്തത്തിലുള്ള ഈ പരിപാടി നമ്മൾ വിളിക്കുന്ന പേരാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് അഥവാ മോഡലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ ഡെഫിനിഷനായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, പിടികിട്ടിയല്ലോ? അപ്പം നോക്കി, ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കലായിട്ടുള്ളൊരു സിസ്റ്റത്തെ നമ്മൾ എന്താക്കി മാറ്റി? ആദ്യം ഒരു മാത്തമാറ്റിക്കൽ മോഡലാക്കി മാറ്റി. അതായത് ഇക്വേഷൻസും വേരിയബിൾസും ഫങ്ഷൻസും ഉള്ള ടേംസിൽ എഴുതി. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും അതിനെ എന്ത് ചെയ്യും? ഫിസിക്കലായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നു. ഇത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് മനസ്സിലായോ? പറയൂ. മോഡലിംഗ് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായോ? ഇപ്പോൾ ആരെങ്കിലും ഒന്ന് പറയൂ, മനസ്സിലായോ? അടുത്ത് പറയാം. ഓക്കെ, ഇനി നോക്കിയേ, അങ്ങനെയല്ല. നൗ മെനി ഫിസിക്കൽ കൺസെപ്റ്റ് സച്ച് ആസ് വെലോസിറ്റി, ആക്സിലറേഷൻ ആർ ഡെറിവേറ്റീവ്. ശരിയാണല്ലോ. ഈ വെലോസിറ്റി എന്ന് പറയുന്നതും ആക്സിലറേഷനും ഒക്കെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഡെറിവേറ്റീവ്സിൻ്റെ ടേംസ് ഉപയോഗിച്ചാണ്. Hence, a model is very often an equation contain derivatives of an unknown function. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഡെറിവേറ്റീവ്സ്, വെലോസിറ്റിയും ആക്സിലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം എഴുതിയാലും അതിൻ്റെ താരുണ്ടാകും, ആ ഡെറിവേറ്റീവ്സിൻ്റെ ടേംസ് ഉണ്ടായിരിക്കും. അപ്പം അത്തരം മോഡലുകൾ പൊതുവെ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ഇക്വേഷനുകളായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അതായത് വെലോസിറ്റിയും ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ഡെറിവേറ്റീവ്സിൻ്റെ ടേംസിലാണ്. ശരിയല്ല? ഡിസ്പ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എന്ത്? വെലോസിറ്റി. ഈ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എന്ത്? ആക്സിലറേഷൻ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വെലോസിറ്റിയും ആക്സിലറേഷനും ഇൻവോൾവ് ആയിട്ടുള്ള ഏത് സാധനത്തിന്റെ മോഡലിംഗ് നടത്തിയാലും അതെന്തായിരിക്കും? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. മനസ്സിലായോ? ഓഫ് കോഴ്സ് വി ദെൻ വാണ്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അതിന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കണം, അതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന് പ്രസക്തി വരുന്നത്. മനസ്സിലായോ? ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഈ വെലോസിറ്റി ആക്സിലറേഷൻ തുടങ്ങിയ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ കൺസെപ്റ്റ്സിലെല്ലാം തന്നെ ഡെറിവേറ്റീവ് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ ഉണ്ടാക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് എന്തായിരിക്കും, നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡലിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഡെറിവേറ്റീവ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കണം, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറ്റി കൂടുതൽ പഠിക്കണം. അതെ, അതിന് കുറേ എക്സാമ്പിൾസ് ഒരു താഴെ കൊടുത്തിരിക്കുന്നു. നോക്കിയേ, ഫോളിംഗ് സ്റ്റോൺ, ഫിസിക്സിലുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ നോക്കി y ഡബിൾ ഡാഷ് ഈക്വൽ ടു g. സോ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രോബ്ലം ആണ്. പിന്നെ ഒരു പാരച്യൂട്ട് പ്രോബ്ലം, അതിലും എന്ത് വരുന്നുണ്ട്, വെലോസിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, v ഡാഷ് വരുന്നുണ്ട്, മീൻസ് ഡെറിവേറ്റീവ്. സോ ഇതും എന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പിന്നെ കുറേ എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഔട്ട് ഫ്ലോയിങ് വാട്ടർ, അവിടെയും ഡെറിവേറ്റീവ് വരുന്നുണ്ട്, h ഡാഷ്. പിന്നെ ഫിസിക്സ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് വൈബ്രേറ്റിംഗ് മാസ് ഓൺ എ സ്പ്രിംഗ്. ആ ഇക്വേഷനകത്ത് നോക്കിയാൽ എന്തുണ്ട്, ആ ഡെറിവേറ്റീവിന്റെ ടേം ഉണ്ട്. സോ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി തീരും. പിന്നെ ബീറ്റ്സ് ഓഫ് എ വൈബ്രേറ്റിംഗ് സിസ്റ്റം, അവിടെയും ഡെറിവേറ്റീവ്സിന്റെ ടേംസ് ഉണ്ട്. പിന്നെ കറണ്ട് ഐ ഇൻ ആൻ RLC സർക്യൂട്ട്, അവിടെയും ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. സോ ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇതെല്ലാം തന്നെ നമുക്കറിയാം, ഇതെല്ലാം തന്നെ എഞ്ചിനീയറിംഗ് പ്രോബ്ലം അഥവാ ഫിസിക്കൽ പ്രോബ്ലംസ് ആണ്, ഫിസിക്സിലുള്ള പ്രോബ്ലംസ് ആണ്. പക്ഷെ ഇതിലെല്ലാം തന്നെ ഡെറിവേറ്റീവ്സ് വന്നിരിക്കുന്നു. ഫിസിക്സുകാരെ സംബന്ധിച്ചുള്ള ഫോളിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ്. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, അതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാക്കി മാറ്റി. കണ്ടോ, ഇതാണ് മാത്തമാറ്റിക്കൽ മോഡൽ. ഈ മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ നമ്മുടെ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, സോൾവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഇന്റർപ്രിട്ടേഷൻ നടത്തി കൊടുക്കും. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും, ഓ ഇതാണ് അപ്പോൾ സംഭവിച്ചത്, മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യങ്ങൾ? ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഈ എക്സാംസ് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ ആണോ? എന്തുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്നു, അതാണ് ഒരു ഹെഡിങ് കൊടുത്തിരുന്നത്, സം ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ. ഇനി എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമുക്കറിയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്, ഇത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ്. An ordinary differential equation is an equation that contain one or several derivatives of an unknown function. ഒരു അൺനോൺ ഫംഗ്ഷന്റെ ഒന്നോ അതിലധികമോ ഡെറിവേറ്റീവ്സ് ഉള്ള ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു അൺനോൺ ഫംഗ്ഷൻ ഉള്ളൂ. ഓക്കെ, വിച്ച് വി യൂഷ്വലി കോൾ y of x അല്ലെങ്കിൽ y of t. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ എക്സ് അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ഇക്വേഷൻ. അപ്പം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തൊക്കെ വരാം, ദ ഇക്വേഷൻ മേ ഓൾസോ കണ്ടെയ്ൻ y ഇറ്റ്സെൽഫ്, ഒരു നോൺ ഫങ്ഷൻസ് വരാം ആൻഡ് കോൺസ്റ്റൻസ് വരാം. അപ്പൊ ഇതാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനിഷൻ. പഠിക്കണം, ബുക്കിൽ മാർക്ക് ചെയ്യണം. അപ്പൊ ഇത്രേ ഉള്ളൂ. ആൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ആൻ ഇക്വേഷൻ ദാറ്റ് കണ്ടെയ്ൻ one or several derivatives of an unknown function which is usually called y of x. അപ്പം y of x എന്ന് പറയുന്ന ഒരു അൺനോൺ ഫംഗ്ഷന്റെ അല്ലേ എന്താണ്, ഡെറിവേറ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനകത്ത് ആരൊക്കെ വരാം, ദ ഇക്വേഷൻ മേ കണ്ടെയ്ൻ y itself, ചിലപ്പം ചില നോൺ ഫങ്ഷൻസ് വരാം അല്ലെങ്കിൽ കോൺസ്റ്റൻസ് വരാം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. ഉദാഹരണം എന്തൊക്കെയാണിത്, y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, വൈയുടെ ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്, കോസ് എക്സ് എന്ന് പറയുന്ന ഒരു നോൺ ഫംഗ്ഷനും വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്, y ഡബിൾ ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു e റൈസ് ടു മൈനസ് 2x. ഇവിടെ എന്താണ്, വൈയുടെ ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്, y ഇറ്റ്സെൽഫ് വന്നിട്ടുണ്ട്, പിന്നെ നോൺ ഫംഗ്ഷൻസ് ആയ e റൈസ് ടു മൈനസ് 2x 9 ഒക്കെ വന്നിട്ടുണ്ട്. 9 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്താ, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ, y ഡാഷ് ഇൻറ്റു y ട്രിപ്പിൾ ഡാഷ്. അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, വൈയുടെ ഡെറിവേറ്റീവുകൾ വന്നിട്ടുണ്ട്, 3/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട്, y ഡാഷിന്റെ സ്ക്വയർ വന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഇതെല്ലാം തന്നെ എന്തിന് ഉദാഹരണങ്ങളാണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് ഉദാഹരണങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ്, എന്നാലും മനസ്സിലായോ ഒന്നുകൂടെ? ഓക്കെ ആണോ? ഡെഫിനേഷൻ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചോദിക്കൂ. നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഭയങ്കര സീരിയസ് ആണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ചോദിക്കുന്നത് പോലുള്ള ഡൗട്ട്സുകളൊക്കെ ചോദിക്കൂ. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഞാൻ ഇത്രയും ഫ്രീ ആക്കി തന്നിട്ട് നിങ്ങൾ എന്താ വർത്തമാനം പറയാത്തെ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, കമന്റ് ആയാലും ചെയ്താലും മതി. ഓക്കെ, ഇനി
അപ്പൊ നോക്കിയേ, ഈ മുകളിൽ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ എന്താണ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് അല്ലെ. നമ്മുടെ y ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ dy ബൈ ഡി എക്സിനെ തന്നെയാണ് y ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. y ഡബിൾ ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർഡിനറി എന്ന് എടുത്തു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം ഡെറിവേറ്റീവ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും അല്ലെ, മറ്റൊന്ന് എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റി എന്നറിയോ? നമ്മുടെ ഇവിടുത്തെ അൺനോൺ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? y ഓഫ് എക്സ് എന്നല്ലേ, ശരിയല്ലേ? y ഓഫ് എക്സിൽ ഇവിടെ എക്സ് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്ത്? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രത്യേകം എന്താണെന്നറിയാവോ? ഇവിടെ പറയുന്നുണ്ട്, അവിടെ അൺനോൺ ഫംഗ്ഷൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു യു ഓഫ് എക്സ് വൈ. ഇവിടെ എന്താ പ്രത്യേകത? എക്സ് വൈ എന്നുള്ള രണ്ടാളുകൾ എന്തായിട്ട് വരുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരാം? ഡോ യു ബൈ ഡോ എക്സും വരാം, ഡോ യു ബൈ ഡോ വൈയും വരാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ യു ഓഫ് എക്സ് വൈ എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇങ്ങനെ വരാം, യു ഓഫ് എക്സ് വൈ ഇസഡ്. ഇവിടെ ഇപ്പം എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്? ഇവിടെ 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കേസിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡോ യു ബൈ ഡോ ഇസഡും വരാം. പറഞ്ഞു മനസ്സിലായോ? അപ്പം പക്ഷെ നമ്മൾ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നിലവിൽ. അപ്പൊ അതെ, ഒരു ഉദാഹരണം അവർ കൊടുത്തിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് അൺനോൺ ഫംഗ്ഷൻ യു ഓഫ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അതിന്റെ ഉദാഹരണമാണിത്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാമ്പിൾ ആണ്. നമ്മൾ പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് പഠിക്കാനില്ല. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? എന്നാലും നിങ്ങൾക്ക് എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് മനസ്സിലായല്ലോ. വ്യത്യാസം ഇത്രേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ y ഓഫ് എക്സ് അല്ലെങ്കിൽ യു ഓഫ് എക്സ്, ഈ രീതിയിലാണ്. അപ്പൊ അതിന് നോക്കിയേ, ബ്രാക്കറ്റിന്റെ അകത്ത് ഒരേ ഒരാളല്ലേ ഉള്ളൂ ഇവിടെയൊക്കെ. അപ്പം ഇത്തരം ആൾക്കാരുടെ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നേരെ മറിച്ച് ബ്രാക്കറ്റിന്റെ അകത്ത് യു ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ യു ഓഫ് എക്സ് വൈ ഇസഡ്, ഇവരുടെയൊക്കെ ഡെറിവേറ്റീവ്സ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരും. അപ്പം ഇങ്ങനെയുള്ള അൺനോൺ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത്തരം ഇക്വേഷൻസ് എല്ലാം എന്തായി പോകും? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനായി മാറിപ്പോകും. ഇവിടെ കിട്ടിയോ? ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും നമ്മളെ വ്യത്യാസം മനസ്സിലായോ? ഒന്ന് പറയൂ, വ്യത്യാസം മനസ്സിലായോ? കമന്റ് ചെയ്താലും മതി. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. മനസ്സിലായി? ഓക്കെ, ഞാൻ അടുത്ത് പറഞ്ഞോട്ടെ? അടുത്ത് പറഞ്ഞോട്ടെ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ പോത്തുള്ളൂ. ഒരാൾ പറഞ്ഞു, എല്ലാവരും ഒന്ന് സംസാരിക്കുന്നേ, നിങ്ങൾ പഠിക്കും, ഞാൻ നിങ്ങൾ ഒന്ന് പറയൂ. ഓക്കെ, ഞാൻ അടുത്ത് പറയാൻ പോകുന്നു. അപ്പം നിങ്ങൾക്ക് അടുത്ത ഡെഫിനിഷൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണ് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തായിരിക്കും? ഇതൊരു ഡെഫിനിഷനാണ്, നോട്ടിൽ കുറിക്കേണ്ട സാധനം. An ordinary differential equation is said to be of order n if the nth derivative of the unknown function y is the highest derivative of y in the equation. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഇത് പഠിച്ചോണം. അതായത് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ n എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നതേ ഉള്ളൂ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ അകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എന്ത് ഡെറിവേറ്റീവ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ, നമ്മുടെ അൺനോൺ ഫംഗ്ഷന്റെ എന്ത് ഡെറിവേറ്റീവ് ആണ് അവിടെ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എന്നുണ്ടെങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ നമ്മൾ n എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഉദാഹരണം നോക്കിയേ, ഇവിടെ വൈയുടെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് y ഡാഷ് ആണ്. സോ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ നോക്കിയേ, വൈയുടെ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് വരെ എടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. ഇവിടെ നോക്കിയേ, വൈയുടെ ഡെറിവേറ്റീവ്സ് ആയിട്ട് y ഡാഷ് ഉണ്ട്, ഇവിടെയും y ഡാഷ് ഉണ്ട്, y ട്രിപ്പിൾ ഡാഷ് ഉണ്ട്. സോ ഇവിടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഓർഡർ എത്രയാണ്? തേർഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിന്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ് ഓർഡർ. അപ്പൊ നിങ്ങൾക്ക് ഓർഡർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്കൊരു
ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് ആരെ ക്ലാസിഫൈ ചെയ്യാം? നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്ലാസിഫിക്കേഷൻ കൊടുക്കാലോ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം എന്താണ് ഓർഡർ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഓർഡറിന്റെ ഡെഫിനിഷൻ ഓക്കെ അല്ലേ? അശ്വതി, ഓർഡറിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? ഓക്കെ ഓക്കെ, അമൃതയ്ക്ക് മനസ്സിലായോ? അമൃത, ഓക്കെ. ഇനി ഇതും അടുത്ത ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറഞ്ഞു തരികയാണ്. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റെപ്രസെന്റേഷൻ അല്ലേ? ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് എന്തൊക്കെ ടേംസ് വരാമെന്ന് ഞാൻ പറഞ്ഞു. എക്സിലുള്ള ഫംഗ്ഷൻസ് വരാം, നോൺ ഫംഗ്ഷൻസ്. പിന്നെ വൈ വരാം, വൈ ഇറ്റ്സെൽഫ് വരാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വൈയുടെ ഡെറിവേറ്റീവ്സ് വരാം. സോ ഇത് നമുക്ക് മൊത്തത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ടേംസ് വരുന്നത് നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ വൈ ഇറ്റ്സെൽഫ് വരാം, അപ്പം വൈയുടെ ടേംസ് വരാം. പിന്നെന്താ, എക്സിലുള്ള നോൺ ഫങ്ഷൻസ് വരാം. പിന്നെ അല്ലേ, പിന്നെന്ത് വരാം, വൈയുടെ ഡെറിവേറ്റീവ്സ് വരാം. വൈയുടെ ഡെറിവേറ്റീവ്സ് ഇവിടെ ഫസ്റ്റ് ഓർഡർ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ വൈ ഡാഷിന്റെ ടേം വരാം. അപ്പം അതിനെയല്ല, അപ്പം എക്സ് വൈ വൈ ഡാഷ് ഇതിലുള്ള ടേംസുകളല്ലേ വരത്തുള്ളൂ. സോ ഇത് നമുക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ റെപ്രസെന്റേഷൻ ആണ്? ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റെപ്രസെന്റേഷൻ. ഇതേ ആളത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് മാറ്റി എഴുതിക്കൂടെ? ശരിയല്ലേ? ഇതേ ആളത്തിന് നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ഇപ്പം ഒന്നാമത്തെ കേസിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡാഷ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നത്. ഇവിടെ നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു വൈ ഡാഷ് ലെഫ്റ്റ് കൊണ്ടോട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. പിടികിട്ടിയോ? എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, അതാണ്. അപ്പം ഇത് തന്നെയാണ്, ഇത് രണ്ടും നമുക്ക് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. വ്യത്യാസത്തിലുള്ളൂ, ഇക്വേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേമിനെ മാത്രം ലെഫ്റ്റ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ടേമിനെ എല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം ഈ ഫോമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഞാൻ ക്ലാസ് വെച്ച് പറഞ്ഞായിരുന്നു, എക്സ്പ്ലിസിറ്റ് ഫോം. ശരിയല്ലേ? എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ എഴുതും, ക്ലിയർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പറയുന്നവരാണ് എക്സ്പ്ലിസിറ്റ് ഫോം. ഈ ഒന്നാമത്തെ ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഇംപ്ലിസിറ്റ് ഫോം ആണ്. അതെ, ഉദാഹരണം നോക്കിയേ, ഇത് എക്സ് റൈസ് ടു -3 ഇൻറ്റു വൈ ഡാഷ് മൈനസ് 4y² ഈക്വൽ ടു 0. അപ്പം നോക്കിയേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, എക്സിലുള്ള ടേമും വൈ ഉണ്ട്, വൈ ഡാഷ് ഉണ്ട്, ഈ ഫോമിലല്ല കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കിടക്കുക. ഇതെന്ന് വെച്ചാൽ എന്ത് ഫോമാണ്? ഇംപ്ലിസിറ്റ് ഫോമാണ്. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു എന്നും പറഞ്ഞ് തിരിച്ചെഴുതാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? വൈ ഡാഷ് ഈക്വൽ ടു 4x² y² x³ y² എന്ന് കിട്ടും. സോ ഇവിടെ ഇപ്പം എന്ത് വന്നു? ഫംഗ്ഷൻ ഇൻവോൾവിങ് എക്സ് ആൻഡ് വൈ മാത്രം വന്നു. ഇതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ റെപ്രസെന്റേഷനെ പറ്റിയും എന്താണ് എക്സ്പ്ലിസിറ്റ് ഫോം, എന്താണ് ഇംപ്ലിസിറ്റ് ഫോം എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം y ഈക്വൽ ടു hx. അപ്പോൾ ഇതാണ് അടുത്ത പഠിക്കുന്ന ഡെഫിനിഷൻ. നിങ്ങൾ നോട്ടിൽ ഇത് മാർക്ക് ചെയ്യണേ. ഓക്കെ, നോട്ട് എഴുതുമ്പോഴത്തേക്ക് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ട്. ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു h ഓഫ് എക്സിനെ സൊല്യൂഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സം ഓപ്പൺ ഉണ്ടല്ലോ. നമ്മളെപ്പോഴും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇന്റർവെലാണ്. അപ്പം a to b എന്ന് പറയുന്ന ഈ ഇന്റർവെലിൻ്റെ അകത്ത് ഈ y ഈക്വൽ ടു hx എന്ന് പറയുന്ന ആളെ നമുക്ക് സൊല്യൂഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? If hx is defined and differentiable throughout the interval and is such that the equation becomes an identity if y and y dash are replaced with h and h dash respectively. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞൊരു ക്ലാസ് വെച്ച് എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചതാണ്. നമ്മളിപ്പം വെറുതെ ഒരു ഇക്വേഷൻ കിടക്കുന്നു. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ y dash ഈക്വൽ ടു 4x³ y² എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈയുടെ സ്ഥാനത്ത് ഏത് ഫംഗ്ഷൻ നമുക്കറിയാം, നമുക്കറിയാം y എന്ന് പറയുന്ന അൺനോൺ ഫംഗ്ഷൻ ആണ് നമ്മൾ വിളിക്കുന്നത് പോലും. ആ y എന്ന് പറയുന്ന അൺനോൺ ഫംഗ്ഷന് പകരം
എച്ച് എക്സ് എന്ന് പറയുന്ന ഒരു നോൺ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എച്ചിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള അല്ലെ എച്ച് ഡാഷ് എക്സ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ ടാലി ആയി പോകും. ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എച്ച് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന്, സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് സൊല്യൂഷൻ. അപ്പം y ഈക്വൽ ടു എച്ച് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണല്ലോ, അതിന്റെ ഗ്രാഫ്, ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ്, ആ കർവിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ കർവ്. ഓക്കെ, അടുത്ത ഇത് ദ കർവ് അല്ലെങ്കിൽ ഗ്രാഫ് ഓഫ് എച്ച് ഈസ് കോൾഡ് സൊല്യൂഷൻ കർവ്. മനസ്സിലായോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ എന്താണ് സൊല്യൂഷൻ കർവ് എന്ന് മനസ്സിലായോ എല്ലാവർക്കും? സൊല്യൂഷൻ എന്താണെന്ന് ഓൾറെഡി ഞാൻ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഫംഗ്ഷന്റെ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ കർവ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സൂരജ് മനസ്സിലായോ? സൂരജ് മനസ്സിലായോ? അനന്തന് മനസ്സിലായോ? അനന്തൻ ഓക്കെ. ഇനി അപ്പൊ നോക്കിയേ, ഒരാള് എന്തോ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഡിഗ്രി ഇല്ലേ? ഡിഗ്രി സൈൻ വാല്യൂ ഓഫ് എക്സ്പോണൻഷ്യൽ വാല്യൂ വരുന്ന കേസിലെ അതിന് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നല്ലേ പറഞ്ഞത്? അതെന്താന്ന് പറയാം. നമ്മൾ ഓർഡർ പറഞ്ഞില്ലേ സാർ? പറഞ്ഞു. ഇതിന്റെ പവർ, അതാണ് ഇതിന്റെ പവർ. ഇപ്പൊ ഇവിടെ y ഡാഷിന്റെ റൈസ് ടു എത്രയാണ്? 1 അല്ലേ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ടുവിന് കേട്ടിട്ടുണ്ട് സൈൻ വാല്യൂ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ വാല്യൂ കേസിൽ വരുന്ന ഡെറിവേറ്റീവ് വരുമ്പോൾ അവിടെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നല്ലേ പറഞ്ഞത്? സൈൻ വാല്യൂ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ വാല്യൂ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം സർ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സൈൻ വൈ ഡാഷ് പ്ലസ് സൈൻ വൈ ഡാഷ് ഓക്കെ ഈക്വൽ ടു 0. ഈ കേസിൽ ഡിഗ്രി നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്നല്ലേ പറയുന്നത്? ഈ കേസിലോ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് 2 ആണെന്നാണ് എനിക്ക് അല്ല 1 ആണെന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന ഇങ്ങനത്തെ എക്സ്പോണൻഷ്യൽ സൈൻ വാല്യൂ വരുമ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ക്ലാസ് ചെയ്യും പറയാം കേട്ടോ. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ അതിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൈ ഡാഷ് ആണ്. വൈ ഡാഷിന്റെ പവറും നിലവിൽ എത്രയാണ്? 1 ആണ്. അപ്പം ഇതിന്റെയും ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് വരാം വൈ ട്രിപ്പിൾ ഡാഷ്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3യും ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നോക്കട്ടെ, ചോദിച്ചു ഞാനൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, എന്നോട് ഒന്നുകൂടെ ചോദിക്കണേ കേട്ടോ, എനിക്കൊരു മെസ്സേജ് കൂടെ അയക്കണേ സൂരജ്. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാതിരിക്കുന്നത് അറിയോ? ഇവിടെ ഈ ഒരു ചില സമയത്ത് എൻ്റെ നെറ്റ് കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഇനി ആരും ഇല്ലയെന്ന് എനിക്കൊന്ന് വെരിഫൈ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി സൊല്യൂഷൻ വെരിഫൈ ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ കണക്ക് ക്ലാസ് ചെയ്തതാണ്, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പറയണോ? ഇനി വേണ്ടല്ലോ. വേണമെങ്കിൽ വേഗം വേണമെന്ന് പറയാം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, വേണോ വേണ്ടെന്തെങ്കിലും പറ. വേണ്ട. ഓക്കെ, അപ്പം വെരിഫൈ ചെയ്തോളാലോ, ഇതും പഠിപ്പിച്ചു തരിക. അപ്പം ഇത് നോട്ടിൻ്റെ അകത്ത് എഴുതേണ്ട കാര്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് വെരിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ. ഇനി ഇതും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് ഒരു ഓർഡിനറി ഇക്വേഷൻ y ഡാഷ് ഈക്വൽ ടു cos x. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ്. y ഡാഷ് ഈക്വൽ ടു cos x എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? y ഈക്വൽ ടു sin x പ്ലസ് c എന്ന് കിട്ടും. അപ്പോൾ അതിൽ സിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അപ്പം y ഈക്വൽ ടു sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് ഇതാണ്. y ഈക്വൽ ടു sin x ന്റെ ഗ്രാഫ് ഇതാണ്. ഇതെന്ന് വെച്ചാൽ എന്താണ്? y ഈക്വൽ ടു sin x ന്റെ ഗ്രാഫ് ഈ പോകുന്നതാണ്. ഇത് c ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് ഈ സിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കും? പല പല കർവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? സി ഒരു ആർബിട്രറി കോൺസ്റ്റന്റ്. അപ്പൊ സിക്ക് ഞാൻ 0 എടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ വരച്ചത് കിട്ടും.
സിക്ക് 1 കൊടുക്കുമ്പോൾ വേറൊരെണ്ണം കിട്ടും, സിക്ക് 2 കൊടുക്കുമ്പോൾ വേറൊരു കർവ് കിട്ടും. സോ ഒരു ഫാമിലി ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് എ ഫാമിലി ഓഫ് സൊല്യൂഷൻ. അപ്പം ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, സൊല്യൂഷൻ കർവുകൾ എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് അല്ല. അതെന്തായിരിക്കും? ഒരു ഫാമിലി ഓഫ് സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് മറ്റൊരു എക്സാമ്പിളോ, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അതേപോലെ എക്സ്പോണൻഷ്യൽ ഡീകെ നമുക്ക് നോക്കാം. y ഈക്വൽ ടു c e raised to 0.2t. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ എന്ത് വരും? y ഡാഷിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, c അതുപോലെ തന്നെ നിൽക്കുന്നു, ശരിയല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എന്ത് വരും? e raised to 0.2t ഇൻറ്റു എന്ത് വരും? 0.2. ഇതായിരിക്കും ഇതിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് y ഡാഷ് ഈക്വൽ ടു എന്ത് വരും? ഈ സ്ഥാനത്ത് നമുക്ക് മൊത്തത്തിൽ എന്ത് വിളിക്കാം? y എന്ന് വിളിക്കാം, ശരിയല്ലേ? അപ്പം 0.2y എന്ന് നമുക്ക് കിട്ടി. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ മറ്റേ സി മിസ്സായിട്ടുണ്ടല്ലേ ഈ പുസ്തകത്തിൽ, ശരിയല്ലേ? ഇവിടെ ഒരു സി മിസ്സായിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ എഴുതിയപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം y ഡാഷ് ഈക്വൽ ടു 0.2y എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആരായിരിക്കും? ഈ y ഈക്വൽ ടു c e raised to 0.2t എന്ന് പറയുന്ന ആളാ. ക്ലിയർ ആയോ? കാരണം ഈ y ഈക്വൽ ടു c e raised to 0.2t എന്ന് പറയുന്ന ആളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആര്? ആ y ഡാഷ് ഈക്വൽ ടു 0.2y എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് ആര്? ദാ ഈ കിടക്കുന്ന ആളെന്ന് പറയുന്നത്. ഓക്കെ, എന്നാണ് പറയുന്നത് ഹിയർ y ഈസ് എ സൊല്യൂഷൻ ഓഫ് y ഡാഷ് ഈക്വൽ ടു 0.2y. അപ്പം ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോം ആയിട്ട് നമുക്ക് എന്ത് വേണം എഴുതാം? ഇപ്പോൾ 0.2 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് അല്ലേ, അതിന് വരെ ഞാനൊരു k എന്ന് വിളിക്കുന്നു. അപ്പം y ഡാഷ് ഈക്വൽ ടു ky വിത്ത് പോസിറ്റീവ് കോൺസ്റ്റന്റ് k. ഇപ്പം ഞാൻ വിചാരിക്കുന്നു k എന്ന് പറയുന്ന ആൾ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെയാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒരു ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണ് പൊതുവെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. അപ്പം ഈ കാണുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ, y ഡാഷ് ഈക്വൽ ടു ky വിത്ത് k ഈസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിത്രേ ഉള്ളൂ, ഇതൊരു മോഡലാണ്. എങ്ങനത്തെ എന്നറിയുമോ? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഒരു മോഡലിംഗ് ആണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോളനീസ് ഓഫ് ബാക്ടീരിയ, ഓക്കെ, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കാൻ പോണത്? ഇതെപ്പോഴിങ്ങനെ പൊതുവെ എന്തായിരിക്കും? ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 20 ലക്ഷം വരുന്നു, പിന്നെ അത് അല്ലെ 50 ആകുന്നു, പിന്നെ 1 കോടി വരുന്നു, 5 കോടി വരുന്നു, 10 കോടി വരുന്നു, അല്ലെ ഇങ്ങനെ കൂടി പോവാണല്ലോ. ഈ ഒരു കാര്യത്തെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ മനുഷ്യന്മാരുടെ കാര്യം തന്നെയില്ല, ഒരു കോളനീസ് ഓഫ് ബാക്ടീരിയ എടുത്താൽ തന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? പോപ്പുലേഷൻ പൊതുവെ എന്താണ് ജനറലി എന്തായിരിക്കും? അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കില്ലത്തുള്ളൂ. ആ ഒരു കാര്യത്തെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എഴുതി കഴിഞ്ഞാൽ ജനറലി ഈ ഫോം വരും. എന്ത്? y ഡാഷ് ഈക്വൽ ടു ky വിത്ത് k ഗ്രേറ്റർ ദാൻ 0. ഈ മോഡലിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ എന്താണെന്ന്? y ഡാഷ് ഈക്വൽ ടു ky വിത്ത് k ഗ്രേറ്റർ ദാൻ 0, ഈ സാധനം ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത്, ഇപ്പൊ k പോസിറ്റീവ് ആയപ്പോഴത്തേക്കാണല്ലോ ഈ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി ഇതിന് പകരം y ഡാഷ് ഈക്വൽ ടു 0.2y എന്ന് പറയുന്ന ആള്, y ഡാഷ് ഈക്വൽ ടു -0.2y. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറെ ആരും ആയിരിക്കത്തില്ല, y ഈക്വൽ ടു c e raised to -0.2t. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജനറലി എഴുതുകയാണെന്നുണ്ടെങ്കിൽ y ഡാഷ് ഈക്വൽ ടു -ky.
ഇല്ല. ഓക്കെ, അപ്പോൾ വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് കെ വൈ വിത്ത് കെ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആളെന്തായിരിക്കും? ആ നെഗറ്റീവ് നമ്പർ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇത്തരം മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇത്തരം മോഡൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഡീകേ. അതായത് ഒരു കാര്യം കുറയുക എന്നുള്ള കാര്യത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് കെ വൈ. അതിന്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. വൈ ഡാഷ് ഈക്വൽ ടു 0.2y എന്ന് പറയുന്ന ആളുടെ സൊല്യൂഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഇതിന്റെ സൊല്യൂഷന്റെ ഫോം എന്താണ്? y ഈക്വൽ ടു നമ്മൾ കണ്ടാണ് y ഈക്വൽ ടു c e റൈസ് ടു 0.2t. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു c e റൈസ് ടു മൈനസ് 0.2t. അപ്പം ഇത് പൊതുവെ ഡിനോട്ട് ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീകെ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വെച്ചാൽ നമ്മുടെ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അത് കാലം ചെല്ലുന്നതോറും എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം കാലക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് കെ വൈ വിത്ത് കെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ചുരുക്കി പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും എക്സ്പോണൻഷ്യൽ ഡീകെയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഓക്കെ, അപ്പം എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ആയിരിക്കും. എന്ത്? ആ വൈ ഡാഷ് ഈക്വൽ ടു കെ വൈ വിത്ത് കെ ഗ്രേറ്റർ ദാൻ 0. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നേരെ മറിച്ച് ഡീകെയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഒരു കാര്യം കാലക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാണിക്കാൻ വേണ്ടി ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് കെ വൈ. കാരണം അതിന്റെ കോഷ്യൻ എന്ത് വരും? ആ ഒരു മൈനസ് കൂടെ വരും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഗ്രോത്തും എക്സ്പോണൻഷ്യൽ ഡീകെ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടായിരുന്നു. എന്താ? y ഈക്വൽ ടു സി ഇ റൈസ് ടു നമ്മൾ കണ്ടായിരുന്നു. അവിടെ y ഈക്വൽ ടു സി ഇ റൈസ് ടു 0.2t അതായിരുന്നു സൊല്യൂഷൻ. y ഈക്വൽ ടു സി ഇ റൈസ് ടു 0.2t എന്ന് പറയുന്നതായിരുന്നു എന്ത്? നമ്മുടെ y ഡാഷ് ഈക്വൽ ടു 0.2y എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആരായിരുന്നു? y ഈക്വൽ ടു സി ഇ റൈസ് ടു 0.2. ഇവിടെ നോക്കിയേ, c എന്ന് പറയുന്ന ആളാരാണ്? ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അപ്പം അത്തരം സൊല്യൂഷൻ കണ്ടെയ്നിങ് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ് c ഈസ് കോൾഡ് നമ്മൾ എന്ത് വിളിക്കും? ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അടുത്ത ഡെഫിനിഷൻ പഠിച്ചു. ഇതാണ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് an arbitrary constant c is called a general solution of the ordinary differential equation. Okay, മനസ്സിലായല്ലോ? ഇനി we shall develop methods that will give general solution uniquely. Okay, അതൊക്കെ പോട്ടെ. എപ്പോഴും നോക്കിയേ, എപ്പോഴും ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. പറയാൻ മനസ്സിലായി? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ കേസിൽ തന്നെ y ഈക്വൽ ടു സി ഇ റൈസ് ടു 0.2t ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് യുണീക്ക് ആയിരിക്കും എല്ലായ്പ്പോഴും. അല്ലാണ്ട് വേറൊരു y ഈക്വൽ ടു ഒരു സി സൈൻ എക്സ് അല്ലെ സൈൻ ടി എന്ന് പറയുന്ന ആള് വേറൊരു സൊല്യൂഷൻ ആയിട്ട് വരത്തില്ല. ഈ ഒരേ ഒരു സൊല്യൂഷനെ ഉണ്ടായിരിക്കത്തുള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് സൊല്യൂഷൻ യുണീക്ക് ആണെന്ന് പറയുന്നത്. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ നോക്കണം, ഈ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് സൊല്യൂഷൻ ആണ് യഥാർത്ഥത്തിൽ. രണ്ടും തമ്മിൽ മാറിപ്പോരും നിങ്ങൾക്ക്. അപ്പൊ ഞാൻ മുകളിലത്തെ പടം കാണിക്കാം. ഇത് എന്ന് പറയുന്നത് ഒരു യുണീക്ക് സൊല്യൂഷൻ ആണ്. പക്ഷെ ആ യുണീക്ക് സൊല്യൂഷൻ അത് ഓരോന്നും എന്താണ്? അത് ഡിഫറെന്റ് ആണ്. അത് മാറുന്നത് എന്തുകൊണ്ടാണ്? ആ കോൺസ്റ്റന്റ് മാറുന്നുണ്ട്. അല്ലാതെ ഇവിടെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കർവ് എന്നല്ല അർത്ഥമാക്കുന്നത്. ഒരേപോലത്തെ എന്താണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കർവ്സ് വരാം. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അല്ലാതെ നേരെ മറിച്ച് ഇതല്ലാണ്ട് വേറെ കുറെ ഗ്രാഫുകൾ വരത്തില്ല. അതായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അല്ല പിന്നെ ഇങ്ങനെ 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 ഇങ്ങനെ, ഇപ്പൊ ഞാൻ ഏകദേശം ഒരു പോലെ, അല്ല ഇങ്ങനെ 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 ഇങ്ങനെയുള്ള വേറെ ഒരു ഫാമിലി കിട്ടത്തില്ല.
ഇതൊരിക്കലും ഉണ്ടാകത്തില്ല. ഇതേ പാറ്റേണിലുള്ള ഒരു ഫാമിലി കിട്ടും. മനസ്സിലായോ? അപ്പം ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ആൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പിടികിട്ടിയോ? മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? ഞാൻ ബാക്കി പറയട്ടെ. അമൃത, അമൃത കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി അപ്പം ജോമെട്രിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് അടുത്ത ഡെഫിനിഷൻ മാർക്കണം. Geometrically, the general solution of an ordinary differential equation is a family of infinitely many solution curve, one for each value of the constant c. Okay. If we choose a specific c, we obtain what is called a particular solution of the ordinary differential equation. A particular solution does not contain any arbitrary constants. അടുത്ത ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ രണ്ട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ട് ഡെഫിനിഷൻ അല്ല, രണ്ട് കാര്യങ്ങൾ. അപ്പം ജനറൽ സൊല്യൂഷൻ ഓഫ് ആൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചാൽ എന്തായിരിക്കും? ഒരു ഫാമിലി ഓഫ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കർവ്സ് ആയിരിക്കും. അതായത് എന്താ? ആ ഓരോ കോൺസ്റ്റന്റ് വാല്യൂ സിക്കും കറസ്പോണ്ട് ചെയ്ത് ഈ സിക്ക് നമ്മൾ ഓക്കെ ഈ സിക്ക് നമ്മൾ ഇപ്പം സ്ക്രീൻ ഓക്കെ ആയല്ലോ. ഓക്കെ, ഓക്കെ ഈ സിക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പർട്ടിക്കുലർ സൊല്യൂഷൻ അത് പിന്നെ വേറെ കോൺസ്റ്റൻസുകളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ എന്നും എന്താണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നും മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ ആണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. ഇൻ മോസ്റ്റ് കേസസ് ദ യുണീക് സൊല്യൂഷൻ ഓഫ് എ ഗിവൺ പ്രോബ്ലം, ഹെൻസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഈസ് ഒബ്റ്റൈൻ ഫ്രം എ ജനറൽ സൊല്യൂഷൻ by an initial condition y of x naught equal to y naught with the given values x naught and y naught. This is used to determine a value of the arbitrary constant c. പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ ജോമെട്രിക്കലി പറയാം. ജോമെട്രിക്കലി ദിസ് കണ്ടീഷൻ മീൻസ് ദാറ്റ് നമുക്കറിയാം സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫാമിലി ഓഫ് കർവ് ആയിരിക്കുമല്ലോ കിട്ടുന്നത്, അല്ലെ? ഫാമിലി ഓഫ് കർവ് ആണ് നമുക്ക് സൊല്യൂഷൻ കർവ് ആയിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കിയേ, സൊല്യൂഷൻ കർവ് വെച്ചാൽ നോക്കിയേ ഒരേപോലത്തെ ഫാമിലീസ് ഓഫ് കർവ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു എക്സ്ട്രാ ഒരു കണ്ടീഷൻ പറയാണ്. ദേ, നമ്മുടെ സൊല്യൂഷൻ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ദേ ഈ ഒരു കർവ് മാത്രമേ നമുക്ക് ഉത്തരവായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ബാക്കി ആരും ഈ പോയിന്റിൽ കൂടെ പോകത്തില്ല. മനസ്സിലായോ എന്ന് പറയുന്നത്? ഞാൻ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ കണ്ടീഷൻ ചേർക്കുകയാണ്. നമുക്ക് കിട്ടാൻ പോണ സൊല്യൂഷൻ ദേ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആളായിരിക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് ഒരു ഫാമിലി കിട്ടുമെങ്കിൽ തന്നെയും അതിൻ്റെ അകത്ത് നമുക്ക് ആരെ മാത്രമേ സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ? ഈ കാണുന്ന കർവിന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നോക്കിയേ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് ഞാനൊരു എക്സ്ട്രാ കണ്ടീഷൻ ചെയ്യുകയാണ്. 0 കൂടെ പാസ് ചെയ്യുന്ന ആളായിരിക്കണം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ഓഫ് കർവ് നമുക്ക് കിട്ടത്തില്ല. പകരം ആര് മാത്രമേ കിട്ടത്തുള്ളൂ? ഈ കർവ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. വ്യത്യാസം മനസ്സിലായോ? അപ്പം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കണ്ടീഷൻ ചേർക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവാണ്. നമ്മുടെ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എന്താണ്? y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ സാധാരണ ഫോം. ഞാൻ അതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ കണ്ടീഷൻ ചേർക്കാൻ പോവാണ്. എന്ത്? y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y നോട്ട് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം
എക്സിന്റെ വാല്യൂ എക്സ് നോട്ട് ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ വൈ നോട്ട് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആൾ, അതിന് നമ്മൾ എഴുതിയിരിക്കുന്നതാണ് വൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട്. അപ്പം നോക്കിയേ, വെറുതെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പറയുകയല്ല, എക്സ്ട്രാ നമ്മളൊരു കാര്യം പറയുന്നു. നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുകയും വേണം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ നിങ്ങളോട് എല്ലാവരും ചോദിക്കാമാണ്, ജനറൽ സൊല്യൂഷൻ ആയിരിക്കുമോ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കുമോ? ആൻസർ ചെയ്യൂ, കമന്റിൽ ചെയ്താലും മതി. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ആയിരിക്കുമോ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കുമോ? വേഗം പറയൂ. ആർഷ പറയോ? അതെ, പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. ഓക്കെ, കാരണം എന്താ, നമുക്കൊരു ഫാമിലി ഓഫ് സൊല്യൂഷൻ കിട്ടത്തില്ല. കാരണം നമ്മളൊരു എക്സ്ട്രാ കണ്ടീഷൻ ചേർത്തു, ആ ഇന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യാവുള്ളൂ നമ്മളൊരു കാര്യം പറയുകയാണ്. അപ്പം നമ്മുടെ കോൺസ്റ്റന്റ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടും. അത്തരം പ്രോബ്ലംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം വലുതായിട്ടൊന്ന് മനസ്സിലായി കാണത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ദേ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash equal to 3y where y of 0 equal to 5.7. അപ്പം നമുക്ക് ആദ്യം y dash equal to 3y എന്ന് പറയുന്ന ആളെ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പം y dash equal to 3y. ഇതിന്റെ സൊല്യൂഷൻ ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ y dash equal to ky എന്ന് പറയുന്ന ഫോമിലല്ലേ കിടക്കുന്നത്. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പൊണൻഷ്യലിന്റെ കേസിൽ ഇതിന്റെ സൊല്യൂഷന്റെ ഫോം എന്താണ് നമ്മൾ അവിടെ പഠിച്ചായിരുന്നു. y ഈക്വൽ ടു c e raised to 3x. ഇതായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്ന ജനറൽ സൊല്യൂഷൻ ആണ്. കാരണം എന്താണ്, ഇവിടെ c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി ഓഫ് സൊല്യൂഷൻ ആണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ? എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണെന്ന് പറയുന്നുണ്ട്, 5.7 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയുടെ വാല്യൂ എത്രയാണ്? 5.7. അപ്പം 5.7 ഈക്വൽ ടു സി ഇ റൈസ് ടു 3 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നുണ്ട് 0. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 5.7 ഈക്വൽ ടു സി ഇ റൈസ് ടു 0 എത്രയാ? 1. അപ്പം അവിടെ നമുക്ക് സി ഈക്വൽ ടു എന്ത് കിട്ടി? 5.7. അപ്പം നമ്മൾ നമ്മുടെ കോൺസ്റ്റന്റിനെ ഐഡന്റിഫൈ ചെയ്തു. എത്ര? 5.7. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊല്യൂഷൻ എന്തായി പോവും? y ഈക്വൽ ടു 5.7 ഇ റൈസ് ടു 3x. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ടോ? ഇപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല. ഇതിപ്പോ എന്താണ്? ദിസ് ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. മനസ്സിലായോ? അപ്പോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന് പുറമെ എക്സ്ട്രാ ആയിട്ട് ഒരു കണ്ടീഷൻ, ഈ കണ്ടീഷൻ പറയുന്ന പേരാണ് ഇനിഷ്യൽ കണ്ടീഷൻ. ഇങ്ങനൊരു കണ്ടീഷനും കൂടെ ചേർന്ന് വരുന്ന പ്രോബ്ലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. ആൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടുഗദർ വിത്ത് ആൻ ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് കോൾഡ് ആൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. Thus, if the OD is explicit, അതായത് y dash equal to f of x y എന്നുള്ള ഫോമിലാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഈസ് ഓഫ് ദ ഫോം ഏത്? y dash equal to f of x y, y of x naught equal to y naught. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഡെഫിനിഷൻ, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. മനസ്സിലായോ? മനസ്സിലായി ഇപ്പൊ എന്താണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എല്ലാവർക്കും? ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, അപ്പം അടുത്തത്, അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞിരുന്നത് ക്ലാസ് ഏകദേശം കഴിയാറേ. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താ നമുക്കിപ്പം മനസ്സിലായി. ഓക്കെ, ഈ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താവുന്നേ ഉള്ളൂ. ലാസ്റ്റ് എക്സാമ്പിൾ,
റേഡിയോ ആക്ടിവിറ്റി എക്സ്പോണൻഷ്യൽ ഡീകെ. ക്വസ്റ്റ്യൻ ആണ്. അത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ മോഡലിങ്ങിനെ പറ്റി പറയാൻ പോകുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഫിസിക്സുകാരുടെ ഇരിക്കുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ കെമിസ്ട്രിക്കാരുടെയിലോ എഞ്ചിനീയറിംഗുകാരുടെ ഇരിക്കുന്ന പ്രോബ്ലം ഇതാണ്. ഗിവൺ ആൻ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് 0.5 gram. 0.5 gram ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ എമൗണ്ട് പ്രസന്റ് അറ്റ് എനി ലേറ്റർ ടൈം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് 0.5 gram ഇരിപ്പുണ്ട്. നമുക്ക് അവർ പറയാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്ര എമൗണ്ട്, എത്ര ഗ്രാം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ ഇതിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പോകും? ഇതിനെ നമ്മളൊരു ഫിസിക്കൽ പ്രോബ്ലത്തെ നമ്മൾ എന്താക്കി മാറ്റും? മാത്തമാറ്റിക്കൽ പ്രോബ്ലമൊക്കെ നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പൊ സ്റ്റെപ്പ് വൺ അപ്പൊ എന്താണ്? സെറ്റിംഗ് അപ്പ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ ഫിസിക്കൽ പ്രോസസ്. നമുക്കറിയാം ഒരു വസ്തു കുറഞ്ഞുകൊണ്ടേയിരിക്കുക, വിച്ച് മീൻസ് എന്താണ്? അതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു y ഓഫ് ടി എന്ന് പറയുന്നതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് അറ്റ് ടൈം ടി. ടി ടൈമിൽ ഉള്ള തൂക്കം, ഗ്രാമിന്റെ അളവിന് നമ്മൾ y ഓഫ് ടി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ബൈ ഫിസിക്കൽ ലോ, ഫിസിക്സിലുള്ള ലോ അനുസരിച്ച് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു y ഓഫ് ടി. എന്ന് വെച്ചാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു, അതായത് ഇതിനുണ്ടാകുന്ന കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എത്രയുണ്ടോ ആ ടൈം ടിയിൽ എത്ര ഉണ്ടാകുന്നു അതുമായിട്ട് പ്രൊപ്പോർഷണൽ ആണെന്നാണ് അവർ പറയുന്നത്. ബൈ ഫിസിക്കൽ ലോ ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു y ഓഫ് ടി. ഇതൊരു ഫിസിക്കൽ ലോ ആണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, y ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു y. ഈ റേറ്റ് ഓഫ് ചേഞ്ച് പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ആ y എത്രയാണോ അതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് ഫിസിക്കൽ ലോ പ്രകാരം അറിയാം. എങ്കിൽ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഈ പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുന്ന ആളെ നമ്മൾ പൊതുവെ എങ്ങനെ എഴുതും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ, y ഡാഷ് ഈക്വൽ ടു കെ വൈ. പക്ഷെ കെ വൈ എന്ന് നമ്മൾ എഴുതില്ല, മൈനസ് കെ വൈ എന്ന് എഴുതും. അതിന്റെ കാരണം എന്താ? വസ്തു കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഡി കെ അല്ലേ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് എഴുതും? y ഡാഷ് ഈക്വൽ ടു മൈനസ് കെ വൈ എന്ന് വിളിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്, dy ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് കെ വൈ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതൊരു നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലമായി തീർന്നു. ഓക്കെ, ഇതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലമാണ്. കാരണം എന്താ പറയുമോ, തുടക്ക സമയത്ത് അത് എത്ര ഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര? 0.5 gram. നമ്മൾ തുടക്ക സമയത്തെ നമുക്ക് 0 ടൈം എന്ന് വിചാരിക്കാം. അപ്പൊ 0 ടൈമിൽ ഇത് എത്ര ഗ്രാം ഇരിപ്പുണ്ട്? 0.5 gram ഇരിപ്പുണ്ട്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? y0 ഈക്വൽ ടു 0.5 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? സോ നമ്മുടെ പ്രോബ്ലം എങ്ങനെ മാറി? dy ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് കെ വൈ വിത്ത് y0 ഈക്വൽ ടു 0.5 എന്ന് നമ്മൾ മാറ്റി എഴുതി. പിടികിട്ടിയോ കാര്യം? അതിന് കാരണം ഇതാണ്, ഇവർ മൂളി പറയുന്നുണ്ട്, നൗ ദ ഗിവൺ ഇനിഷ്യൽ എമൗണ്ട് ഈസ് 0.5 gram ആൻഡ് വി ക്യാൻ കോൾ ദ കറസ്പോണ്ടിങ് ഇൻസ്റ്റന്റ് ടി ഈക്വൽ ടു 0. അതുകൊണ്ട് നമ്മൾക്ക് ഇനിഷ്യൽ കണ്ടീഷൻ നമുക്ക് എന്തെടുക്കാം? y0 ഈക്വൽ ടു 0.5 എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം കിട്ടുന്നു. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയൂ. ഇത് മനസ്സിലായോ? ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ മാത്തമാറ്റിക്കലി മാറ്റി എഴുതുന്ന ഈ ഒരു പരിപാടി നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാ കണക്കും ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ മോഡൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് മനസ്സിലായോ? അതുല്യക്ക് മനസ്സിലായോ? ആതിരയ്ക്ക് മനസ്സിലായോ? മനസ്സിലായോ? കേൾക്കുന്നില്ല? മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് കിട്ടി. ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഡി കെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷന്റെ ഫോം എന്താണ്? y ഓഫ് ടി ഈക്വൽ ടു സി ഇ റൈസ് ടു മൈനസ് കെ ടി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് നമുക്ക് സി യെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ? നമ്മുടെ കയ്യിൽ ഇനിഷ്യൽ കണ്ടീഷൻ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ ആയിരിക്കത്തില്ല, പകരം എന്തായിരിക്കും? പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത്? ടിക്ക് 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് എന്തെന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0.5 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കും. എത്ര? 0.5 നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ കിട്ടും.
y ഓഫ് ടി ഈക്വൽ ടു 0.5 e റൈസ് ടു -kt എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇത് ഉത്തരവാണോ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ കിട്ടിയിരിക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ആണ്. ഇത് സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. വൈയുടെ സ്ഥാനത്ത് 0.5 e റൈസ് ടു -kt യും dy/dt സ്ഥാനത്ത് ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവർ വെരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ സൊല്യൂഷൻ ആണെന്ന് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ടൈം ഇതിന്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നു. ഇതിന്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. y ഈക്വൽ ടു നമ്മുടെ 0.5 e റൈസ് ടു -kt യുടെ ഗ്രാഫാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഈ പടത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ടൈം കൂടുന്നതനുസരിച്ച് നമ്മുടെ ആദ്യത്തെ ടൈം 0 ടൈമിൽ 0.5 ഗ്രാം ഉണ്ടായിരുന്ന വസ്തു കുറഞ്ഞ് നോക്കിയേ, ഓരോ ടൈമിലുള്ള എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഇവിടെ കാണാം. അപ്പം ടിയുടെ വാല്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കുറഞ്ഞ് എത്രയിലേക്ക് പോകുന്നു? 0യിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ പറഞ്ഞ ഫിസിക്സിലും കെമിസ്ട്രിയിലും എഞ്ചിനീയറിംഗിലും എല്ലാം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഈ മൊഡ്യൂളിന്റെ ഒരു ഫ്ലേവർ കിട്ടിയോ? ഓക്കെ ആണോ നിങ്ങൾ? ഇതാണ് ബേസിക് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?